ഹലോ ഹലോ OCMMLയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്വാഗതം പറയാൻ വന്നേക്കാണ് കേട്ടോ. അതെ, പ്രത്യേകത എന്താണ് വിഷയം ഇന്നത്തെ? ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ അതനുസരിച്ചുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നത്തെ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ വീടിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓസ്ട്രേലിയയിൽ വീട് ഉള്ളവരും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ എല്ലാ രീതിയിലും വീട് സംബന്ധമായിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ വീട് ഫൈനാൻസ് ഒക്കെ ചെയ്തിരിക്കുന്നവർ, അപ്പോൾ റീഫൈനാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അല്ല പക്ഷേ ആളെ പരിചയപ്പെടുത്താൻ കേട്ടോ. ആളാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പരിചയപ്പെടുത്തുന്നതല്ല, നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടെ നമ്മുടെ ആൾ ഇവിടെ ഉണ്ട്. ചേട്ടാ ആളെ പരിചയപ്പെടുത്തും. അതാണ് നമ്മുടെ സോണിച്ചേട്ടൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ചേട്ടാ നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ചേട്ടൻ ചാമ്പർത്തിൽ നിന്ന് നമുക്ക് ട്രാവലിന് ഇവിടെ വന്നേക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരമാവുന്നതായിരിക്കുള്ളൂ ഈ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല, ഇപ്പം യുദ്ധം വരുന്നതിൻ്റെ പേരിൽ പിന്നെയും കൂടിയില്ല തോന്നിച്ചേട്ടാ. അതെ, റേറ്റ് പിന്നെയും കൂടാൻ പോകുന്ന എനിക്ക് തോന്നണേ. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റീസെൻ്റ്ലി ഒരു 2 റേറ്റ് ഹൈക്കാണ് വന്നത്. അതെ അല്ലേ. അപ്പോൾ അത് കുറേ ആളുകൾക്ക് അതൊരു സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റീപേയ്മെന്റ്സ് എല്ലാം കൂടി. അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ അവരുടെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് അവരുടെ ഒരു ടാർഗറ്റഡ് റേഞ്ച് 2 to 3% ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് ഒരു ഫർദർ നമ്മുടെ റിസഷൻ പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ എക്കണോമി പോകാതിരിക്കുക എന്നുള്ളതാണ് അവരിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് കാരണം. അതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ കൂടി. കാരണം അതിന് പുറമെ നമുക്ക് ഗ്ലോബൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം, റൈസിങ് എനർജി ആൻഡ് ഫ്യൂൽ കോസ്റ്റ്, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതെല്ലാം ഇതിനകത്ത് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എത്ര നാളിങ്ങനെ ഇതുപോലെ കൂടി നിൽക്കുന്നു നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ, അതോ ഇനിയും ഇത് കൂടിക്കൊണ്ട് വരുവുള്ളൂ? അപ്പം നിലവിലെ സാഹചര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കൊരു ഏകദേശ ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ നമ്മുടെ ബാങ്കുകൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റുകൾ പറയുന്നത് ഷോർട്ട് ടൈമിൽ നമുക്ക് ഇനിയും റേറ്റ് ഹൈക്സ് ഉണ്ടാവാം. കാരണം ഇപ്പോൾ അറിയാലോ, നമുക്ക് ഫ്യൂവൽ കോസ്റ്റ് എല്ലാം കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ കൂടി നിൽക്കും. ഇപ്പം 2026 നമ്മൾ വീട് മേടിക്കാൻ പറ്റിയൊരു സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, അതോ ഇനിയും വെയിറ്റ് ചെയ്യണോ അടുത്ത വർഷത്തേക്കോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കുറഞ്ഞിട്ട് മേടിക്കാമെന്നാണോ ചേട്ടൻ്റെ അഭിപ്രായം? അങ്ങനെയല്ല. ഇപ്പോൾ ഫസ്റ്റ് ഹോം ബയറെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ റേറ്റ് ഹൈക്ക് ഉണ്ടാകുമ്പോൾ ആകെപ്പാടെ അവർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, റേറ്റ് കൂടുന്നതനുസരിച്ച് അവരുടെ ബോറോവിങ്ങിൽ ചെറിയ കുറവ് വരും. അതേ സമയത്ത് മാർക്കറ്റിൽ ഒരുപാട് കറക്ഷൻസ് വരും റേറ്റ് കൂടി നിൽക്കുമ്പോൾ. അതായത് ഗവൺമെന്റിന്റെ എന്തെങ്കിലും സ്കീം എന്തെങ്കിലും വരുമായിരിക്കില്ല, അതായത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്? അല്ല, അത് ഓൾറെഡി നമുക്ക് ഗവൺമെന്റിന്റെ ഫസ്റ്റ് ഹോം ബയേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസ് ഉണ്ട്. അത് ഫെഡറൽ ഗവൺമെന്റ് സ്കീമും ഉണ്ട്, അതുപോലെ റീജിയണൽ ഗവൺമെന്റ്സും ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഹോം ബയേഴ്സിന് അതൊരു വലിയ പ്രശ്നമല്ല. മോർഗേജ് ബ്രോക്കർ ആണല്ലോ സോണിച്ചേട്ടൻ, ഒരു മോർഗേജ് ബ്രോക്കർ ആണെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. വീട് സംബന്ധമായ, അതായത് ഫൈനാൻസ് സംബന്ധമായ എന്ത് ക്വസ്റ്റ്യൻസും നമുക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്ത് അഡ്വൈസ് നമുക്ക് വാങ്ങിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം സോണിച്ചേട്ടാ, ഒരു മോർഗേജ് ബ്രോക്കർ എന്നുള്ള നിലയിൽ ഇപ്പം ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്ലയൻസിനെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്? നിലവിൽ ഇപ്പോഴത്തെ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അവരുടെ എക്സിസ്റ്റിംഗ് ലോണ് നമുക്കൊന്ന് റിവ്യൂ ചെയ്യണം. അതായത് നിലവിൽ വീട് വാങ്ങിച്ച് ലോൺ, കാരണം അവർക്ക് ഈ പറയുന്ന റേറ്റ് ഹൈക്സ് ഉണ്ടാകുമ്പോൾ അവരുടെ റീപേയ്മെന്റ്സ് കൂടി വരുന്നതാണ് അവർക്ക് കൺസേൺഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നിലവിലുള്ള ലോണിനെ ഒന്ന് റിവ്യൂ ചെയ്യുക. കാരണം അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ് അതല്ലെന്നുണ്ടെങ്കിൽ ഏത് ലെൻഡറാണ്, അല്ലെങ്കിൽ ഈ ലോണിനോട് ചേർന്ന് എന്തെങ്കിലും ഫീച്ചേഴ്സ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ലെൻഡേഴ്സ് ഉണ്ട് അല്ലേ, ഇഷ്ടം പോലെ, ഒരാൾ മാത്രമല്ല. ഈ പറയുന്ന ലെൻഡർ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ ഈ പറയുന്ന ലോൺ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രക്ചേർഡ് റീഫിനാൻസിലേക്ക് പോകാൻ പറ്റും. ഈ സ്ട്രക്ചേർഡ് റീഫിനാൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും റേറ്റ് ലോവർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ ക്യാഷ് ഫ്ലോ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് ലോങ് റണ്ണിൽ നമുക്ക് ഇൻട്രസ്റ്റ് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മളവിടെ
ഓക്കെ അപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ ചോദിച്ചതുപോലെ ഈ പറയുന്ന ഒരു കസ്റ്റമറെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും കസ്റ്റമറുടെ ഒരു ഗോൾ എന്താണെന്ന് കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ റീപേയ്മെൻറ്റ് കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ ചിലർക്ക് ക്യാഷ് ഔട്ട് വേറെ എന്തെങ്കിലും പർപ്പസിന് കുറച്ച് ക്യാഷ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. ചിലർ ഈ പറയുന്നത് നിലവിലെടുത്തേക്കുന്ന പൈസേനേക്കാളും കുറച്ചും കൂടെ പൈസ എക്സ്ട്രാ പൈസ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് റീഫൈനാൻസിങ്, ഡെപ്റ്റ് കൺസോളിഡേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പല ലോണുകളുണ്ടാവും. അപ്പോൾ അത് എല്ലാം കൂടെ കമ്പയർ ചെയ്യാം. ഒന്നായിട്ട്. പിന്നെയുള്ളത് ചിലർക്ക് എത്രയും പെട്ടെന്ന് ലോൺ അടച്ചു തീർക്കണം, ഈ ബാധ്യത തീർക്കണം എന്നുള്ള ആഗ്രഹമുള്ളത്. അപ്പോൾ കസ്റ്റമറുടെ ആ ഒരു ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫിക്സഡ് ഓപ്ഷനിലേക്ക് പോകാം. കാരണം ഷോർട്ട് ടൈമിൽ ഇപ്പോഴും ഫൈനാൻഷ്യൽ അനലിസ്റ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റേറ്റ് ഹൈക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് വേണമെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് റേറ്റിലേക്ക് മാറ്റാം നമുക്ക് ലോൺ. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് അല്ലേ? കാരണം അത് പിന്നെ സ്റ്റേബിൾ ആയിരിക്കുമല്ലോ നമ്മുടെ റീപേയ്മെൻറ്റ്. അതിനകത്ത് പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയേക്കാളും കൂടുതൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റീപേയ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഫിക്സഡ് വേഷനിലേക്ക് നമുക്ക് ലോൺ സ്വിച്ച് ചെയ്ത് തരാം. പിന്നെ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി വേണം. അങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ച് വേരിയബിൾ ലോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അത് ഞാൻ ലേറ്റർ പറയാം. പിന്നെ മൂന്നാമതൊരു ഓപ്ഷനുണ്ട്, നമുക്ക് ലോൺ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. സ്പ്ലിറ്റ് ലോൺ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കേട്ടിട്ടില്ല. സ്പ്ലിറ്റ് ലോൺ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതിനകത്ത് പേരിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ഹോം ലോൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു മേജർ പോർഷൻ, ഒരു 50 to 70% നമ്മൾ ഫിക്സഡ് ആയിട്ട് മാറ്റും. ബാക്കി ഒരു 30 to 50% നമ്മൾ വേരിയബിളിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഫിക്സഡ് പാർട്ട് നമുക്ക് സ്റ്റെബിലിറ്റി തരും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ വേരിയബിൾ ഓപ്ഷനിലുള്ള ആ ഒരു പോർഷൻ. അപ്പോൾ അതിനകത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നമുക്ക് തരുന്നത് അൺലിമിറ്റഡ് എക്സ്ട്രാ റീപേയ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ്സെറ്റ് അക്കൗണ്ട് ഉണ്ടാവും. ഓഫ്സെറ്റ് അക്കൗണ്ട് പുതിയതായിട്ട് ലോൺ എടുക്കുന്നവർക്കാണോ നിലവിൽ ലോൺ ഉള്ള ആളുകൾക്ക് ഓപ്ഷനാണ്. അതായത് അവരുടെ സെയിം ലെൻഡർ വെച്ച് ചെയ്യണോ, അത് വേറെ സെയിം ലെൻഡറിൽ വെച്ച് ചെയ്യണമെന്ന് എപ്പോഴും നമുക്ക് നിർബന്ധമില്ല. കാരണം എല്ലാ ലെൻഡേഴ്സിനും ഈ ഫീച്ചേഴ്സ് ഉണ്ടാകത്തില്ല. ഈവൻ സ്പ്ലിറ്റ് ലോൺ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന വേരിയബിൾ ഓപ്ഷൻസിൽ അവർ ചിലപ്പോൾ ഓഫ്സെറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഓഫ്സെറ്റ് അക്കൗണ്ട് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ റീഡ്രോ ഫെസിലിറ്റി തരുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പാക്കേജായിട്ട് ക്രെഡിറ്റ് കാർഡ് കൂടി അറ്റാച്ച് ചെയ്ത് തരുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് എപ്പോഴും നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓഫ്സെറ്റിൽ നമുക്ക് നെറ്റ് ബാലൻസിനാണ് ബാങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സാലറി ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ സേവിങ്സ് ഉള്ളതെല്ലാം ഈ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഡെയിലി ബാങ്കുകൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഓഫ്സെറ്റ് അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് അതിനെ നമ്മുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് കുറച്ചിട്ട് ബാലൻസ് വരുന്ന ആ എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് ചാർജ് ആവുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈവൻ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൂടി ചേർന്നൊരു പാക്കേജ് ആയിട്ട് തരുന്ന ലെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന് നോർമലി നമുക്കൊരു 55 days വരെ ഫ്രീ ക്രെഡിറ്റ് പീരീഡ് ബാങ്കുകൾ ഓഫർ ചെയ്യും, ഇൻട്രസ്റ്റ് ഫ്രീ. അപ്പോൾ ഈ പറയുന്ന ആ ഒരു പീരീഡിൽ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽസ് അതെല്ലാം നമ്മൾ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് വഴി യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂ ഡേറ്റിൽ കറക്റ്റായിട്ട് ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ അത്രയും ദിവസം, ഈ 55 days എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം ഒരു 3 fortnights സാലറി എങ്കിലും നമുക്ക് അത് ഈസി ആയിട്ട്. ഡെപ്റ്റ് കൺസോളിഡേഷൻ ഞാൻ എൻ്റെ അഡ്വൈസിന് വേണ്ടിയിട്ട് ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും. ഡെപ്റ്റ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ വളരെ സിമ്പിളാണ്. അതായത് മൾട്ടിപ്പിൾ ഡെപ്റ്റ്സ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ, നമ്മുടെ വീടിൻ്റെ ലോണ്, കാറിന്റെ ലോണ്, അല്ലെങ്കിൽ വേറെ പേഴ്സണൽ ലോണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ കുറച്ച് ഓവർ ഡ്യൂ ഉണ്ട്, ഫർണിച്ചേഴ്സ്, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകത്തിൽ വലിയ വ്യത്യാസം നമുക്ക് വരുന്നില്ല ഒരു പക്ഷേ. അപ്പോൾ നമുക്ക് ഹോം ലോണിൻ്റെ റീപേയ്മെൻറ്റിന് പുറമെ ഈ പറയുന്ന ലോണുകളുടെ റീപേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഒരു മാസത്തെ
EMI ആയിട്ട് പോകുന്ന ആ ഒരു എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അത് മാത്രമല്ല അതിന്റെ ഇൻട്രസ്റ്റും പലതിനും പലതായിരിക്കും. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില ആളുകളെങ്കിലും അതൊരു ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് ഈ ലോൺ കമ്പൈൻ ചെയ്തിട്ട് ഈ ബാക്കി എല്ലാ ലോണുകളും നമുക്ക് ഈ ഹോം ലോണിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അപ്പോൾ അതുപോലെ നമ്മുടെ മന്ത്ലി റീപേയ്മെൻറ്റ് കുറയും. സിംഗിൾ ലോൺ സിംഗിൾ റീപേയ്മെൻറ്റ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു മൈനസ് സൈഡ് കൂടി പറയാം. കാരണം നമ്മൾ ഈ ഷോർട്ട് ടൈം ലോൺസ് ലോങ് ടൈമിലേക്ക് ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് നന്നായി മാനേജ് ചെയ്തില്ലെങ്കിൽ ലോങ് റണ്ണിൽ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സാഹചര്യം വരും. കാരണം ഈ കാർ ലോണൊക്കെ 5 വർഷത്തേക്കായിരിക്കും കിടക്കുന്നത്, പേഴ്സണൽ ലോണും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ EMI അടയ്ക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഹോം ലോണിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൻ്റെ ടെനർ കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ എഫക്റ്റീവായിട്ട് ഇപ്പം നമ്മൾ ഈ സേവ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നെങ്കിൽ ആ ഈക്വൽ എമൗണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മേജർ പോർഷൻ നമ്മൾ എക്സ്ട്രാ റീപേയ്മെൻ്റ് ആയിട്ട് അടച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് അതിൻ്റെ ആക്ച്വൽ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ ലെങ്തി ആക്കുന്നില്ല. വീഡിയോ ഇപ്പം ഞങ്ങൾക്കറിയാം വീഡിയോ ഇപ്പോൾ വീടിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഇത് കാണാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്കറിയാം കേട്ടോ. ഇത് കീനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് കമന്റ്സ് എല്ലാം വന്നായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിച്ചായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെയും ചേട്ടനോടൊന്ന് വന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പം ഒരു ഫസ്റ്റ് ഹോം ബയർ ആണെങ്കിലും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എന്താ പറയുക കസ്റ്റമർ ആണെങ്കിലും ഈ നിലവിലെ സാഹചര്യം അനുസരിച്ച് എന്ത് അഡ്വൈസ് ആയിരിക്കും ഇപ്പം ചേട്ടന് കൊടുക്കാനുള്ളത്? ഇപ്പോൾ ഫസ്റ്റ് ഹോം ബയറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന റേറ്റ് ഹൈക്സ് വരുമ്പോൾ ആകപ്പാടെ അവരുടെ ബോറോവിങ്ങിനെ ഒന്ന് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ മാർക്കറ്റിൽ പൊതുവെ ആ ഒരു കറക്ഷനൊക്കെ വന്ന് അവർക്ക് നല്ലൊരു സാഹചര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം തന്നെ ഒരു മോർട്ട്ഗേജ് ബ്രോക്കറെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ബോറോവിങ് അറിയുക. അതിനുശേഷം അവരുടെ ഓൺ സേവിങ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം മാർക്കറ്റിലേക്ക് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു പ്രീ അപ്രൂവൽ കൂടി എടുത്ത് വെച്ചിട്ടേ പോകാവുള്ളൂ. കാരണം അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഗ്യാരണ്ടി സ്കീമുകൾ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അന്വേഷിച്ചറിയാമെന്നുള്ളതാണ്. അതുപോലെ എക്സിസ്റ്റിംഗ് മോർട്ട്ഗേജ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കൊരു 2 വർഷത്തിലേറെയായിട്ട് അവർ ആ ലോൺ റിവ്യൂ ചെയ്തിട്ടില്ല. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഏറ്റവും റീസെൻറ്റ് ഹൈക്കും കൂടെ വന്നപ്പോൾ 6 എബോവ് ആണ്. ഓഫ്സെറ്റ് അക്കൗണ്ട് ഇല്ല, അല്ലെങ്കിൽ ഓഫ്സെറ്റും ക്രെഡിറ്റ് കാർഡും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്കേജ് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓസ്ട്രേലിയയിൽ എവിടെയാണെങ്കിലും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതേട്ടോ, അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരും നിലവിൽ വീടുള്ളവരും ഇതുപോലെ ഒന്ന് റീഫൈനാൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന മന്ത്ലി പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഒക്കെ കുറവ് വരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുള്ളവർക്ക് ഒരു ചാൻസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് യുദ്ധവും കൂടെ വന്നല്ലേ. ഓസ്ട്രേലിയയിലും വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം ഈ മോർഗേജ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ദി ലൈഫാണ്. അപ്പം അത് സൂക്ഷിച്ച് മാനേജ് ചെയ്യുക. അപ്പം ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടാവും അല്ലേ? അതെ, ഇതിനകത്ത് നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് നമുക്ക് മാക്സിമം എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നേരത്തെ നമുക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സർക്കംസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് അതാണ് ഇമ്പോർട്ടൻറ്റ്. മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്യുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാതെ എന്നെപ്പോലെയൊക്കെ ഞാൻ ആദ്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു മോർഗേജ് ബ്രോക്കറിൻ്റെ അഡ്വൈസ് എപ്പോഴും നിങ്ങൾ സ്വീകരിക്കുന്നത് എപ്പോഴും ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞല്ലോ ചേട്ടാ, ഒത്തിരി താങ്ക് യു കേട്ടോ വന്നതിലും. വളരെ സന്തോഷം. നമ്മുടെ ഫോളോവേഴ്സിനോട് ഇത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ടാംബർത്തിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ കാണാം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഓക്കെ, ബൈ.